നട്ടപ്പാതിര നേരം. സ്ഥലം പാണക്കാട്, കുടപ്പനക്കൽ തറവാട്. നട്ടപ്പാതിരക്ക് വാതിൽ മുട്ടി തങ്ങന്മാർ ഉണർന്നു നോക്കുമ്പോൾ മുന്നിലതാ കേന്ദ്രമന്ത്രി. കേന്ദ്രമന്ത്രിയുടെ കരച്ചിൽ തുടങ്ങി. എനിക്ക് സീറ്റ് തരാതെ നോക്കരുത് തങ്ങന്മാരെ. കഴിഞ്ഞ 10-50 കൊല്ലായിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കാതെ ജീവിച്ച് ശീലിച്ചു പോയി. MLA ആയിട്ടും മന്ത്രിയായിട്ടും MP ആയിട്ടും കേന്ദ്രമന്ത്രി ആയിട്ടും ഒക്കെ അങ്ങനെ ഓസിന് ജീവിച്ച് കൊല്ലം ഹജ്ജ് കോട്ടന്റെ 2000-3000 സീറ്റ് മറിച്ചും വിറ്റ് കാശുണ്ടാക്കി ശീലിച്ച് എനിക്കിനി സീറ്റ് തന്നില്ലെങ്കിൽ പട്ടിണിയാവും. പൊന്നു തങ്ങന്മാരെ, സമുദായത്തിന്റെ പേര് പറഞ്ഞ 50 കൊല്ലം സൂക്ഷിച്ച് ജീവിച്ച് ഇപ്രാവശ്യം കൂടി തന്നാൾ നിങ്ങള്. ഞങ്ങൾക്ക് എന്താ വേണ്ടിച്ച തരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അധികാരമില്ലാതെ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റൂല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ആലോചിച്ചൂടെ? നിങ്ങളെ നല്ലത് ശീലിപ്പിച്ചത്. പഠിച്ചോനെ കാക്കണേ, തങ്ങന്മാരെ കാക്കണേ. നിങ്ങൾക്ക് എന്താ വേണ്ടിച്ച തരാ. അബ്ദുൽ വഹാബ് തരാന്ന് പറഞ്ഞതിനേക്കാളും ഏറെ പൈസ നിങ്ങൾക്ക് തരാം. ചതിക്കരുത് തങ്ങന്മാരെ, ചതിക്കരുത്. എനിക്ക് ജീവിക്കാൻ പറ്റൂല, മത്സരിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കാറിന്റെ ഡീസല്, ഡ്രൈവറെ ശമ്പളം, യാത്രക്കൂലി, വിമാനക്കൂലി, ഭക്ഷണം, താമസം ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകണമെന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് നല്ല അധികാരപ്രാന്തുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞോട്ടെ, എന്നാലും വേണ്ടില്ല എനിക്ക് സീറ്റ് തരണേ. സംസ്ഥാന പ്രസിഡന്റിന്റെ കാല് പിടിക്കണ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഞാനാണെന്ന് ആൾക്കാർ കളിയാക്കിയാലും വേണ്ടിയില്ല, സീറ്റ് തരാതെക്കരുത് തങ്ങന്മാരെ. ഞാൻ അധികാരത്തിന്റെ കൊതികൊണ്ടാണല്ലോ മന്ത്രി ആകുമ്പോഴും കൂടി കണ്ണൂർ മുനിസിപ്പാലിറ്റിക്ക് മത്സരിക്കണത്. പഠിച്ചോനെ, ഇന്നെങ്കിലും പുറത്താക്കരുത്, എനിക്ക് സീറ്റ് തരാതെക്കരുത്. അടങ്ങി സാഹിബ് അടങ്ങി. നമ്മൾ അണികളോടൊക്കെ ചോദിച്ചു കൊടുത്തത് എന്ത് അണികൾ? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത അണികളുടെ പോയത്തക്കാരല്ല അണികൾ. നിങ്ങൾക്ക് ഇത് ആലോചിച്ചൂടെ? നമ്മൾ അണികളെ മാരത്തെ മണ്ടന്മാര് ലോകത്ത് ഏതെങ്കിലും പാർട്ടിയിൽ ഉണ്ടാക്കി അണികളെ പേരും പറഞ്ഞു നിങ്ങൾ ഇന്ന് സ്വീപ്പാക്കരുത് ദയവ് ചെയ്തിട്ട് പ്ലീസ്.